ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. എല്ലാവരും കഥകളൊക്കെ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 3-ാമത്തെ സ്കന്ധത്തിലെ 18-ാമത്തെ കഥ വായിക്കാം. വിരാട് പുരുഷൻ, വിരാട് സ്വരൂപം. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഭഗവത് സ്വരൂപം. ഭഗവാൻ പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമാകുന്നു. മഹത്വം, അഹങ്കാരതത്വം, പഞ്ചമഹാഭൂതങ്ങൾ, ഏകാദശേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്നീ 23 തത്വങ്ങളിൽ ഭഗവാൻ ക്രിയാശക്തിയോടുകൂടി പ്രവേശിച്ചപ്പോൾ വിരാട് പുരുഷൻ രൂപം കൊണ്ടു. ആ തത്വസമൂഹത്തിൽ ലയിച്ചുകിടക്കുന്ന കർമ്മത്തെ ഉദ്ബുദ്ധമാക്കി പരസ്പരം യോജിപ്പിച്ചപ്പോൾ ചരാചര ലോകം വിരാട് പുരുഷനിൽ വിളങ്ങി. ഹിരണ്മയനായ പുരുഷൻ സർവജീവികളുടെയും ആത്മാവും പരമാത്മാവിൻ്റെ അംഗവും ആകുന്നു. ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാക്കളായ ദേവന്മാരെ സൃഷ്ടിച്ചു. അവർ അഗ്നി, വരുണൻ, അശ്വനി ദേവന്മാർ, സൂര്യൻ, വായു, പ്രജാപതി, മിത്രൻ, ബ്രഹ്മാവ്, ചന്ദ്രൻ തുടങ്ങിയവരാകുന്നു. വിരാട് പുരുഷൻ ആധ്യാത്മം, ആദിദേവം, ആദിഭൂതം എന്നിങ്ങനെ 3ആയും ഇന്ദ്രിയാദിരൂപേണ 10ആയും ചൈതന്യം ഉൾക്കൊണ്ട് 1ആയും വർത്തിക്കുന്നു. വിരാട് പുരുഷൻ പൂർണ്ണനാകണമെങ്കിൽ അധിഷ്ഠാക്കളായ അജ്ഞാതിദേവന്മാരുടെ സാന്നിധ്യം കൂടി ആവശ്യമാകുന്നു. അഗ്നി വാഗീന്ദ്രിയത്തോടുകൂടി ചേർന്നപ്പോൾ വ്യക്തമായ ശബ്ദമുണ്ടായി. വരുണൻ ജുഹേന്ദ്രിയത്തോടുകൂടി യോജിച്ചപ്പോൾ രസനേന്ദ്രിയം രൂപം പ്രാപിക്കുകയും രസം അനുഭവിക്കുവാൻ സാധ്യമാവുകയും ചെയ്തു. അശ്വനി ദേവന്മാരും ഘ്രാണേന്ദ്രിയവും ഒരുമിച്ചപ്പോൾ ജീവൻ ഗന്ധം അനുഭവിക്കുവാൻ ആരംഭിച്ചു. ലോകപാലകനായ സൂര്യൻ കണ്ണുകളിലൂടെ ചക്ഷരുന്ദ്രിയം പ്രാപിച്ചപ്പോൾ അതിൽ നിന്ന് രൂപങ്ങളുടെ ജ്ഞാനം ഉദിച്ചു. സർവരുടെയും ജീവൻ നിലനിർത്തുന്ന വായു ചർമ്മേന്ദ്രിയത്തോടുകൂടി ചേർന്നപ്പോൾ ജീവന് സ്പർശനം അനുഭവിക്കുവാൻ കഴിഞ്ഞു. വേർതിരിഞ്ഞു നിൽക്കുന്ന കർണങ്ങളിൽ ദിഗ്ദേവതകൾ പ്രവേശിച്ചപ്പോൾ ജീവന് ശബ്ദജ്ഞാനം ലഭിച്ചു. ഓഷധികൾ ചർമ്മത്തിലെ രോമങ്ങളോടുകൂടി ചേർന്നപ്പോൾ ജീവന് ചലനം അനുഭവിക്കുവാൻ സാധിച്ചു. പ്രജാപതി ഉപസ്ഥോടുകൂടി ചേർന്നപ്പോൾ ജീവന് സുഖം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ലോകനാഥനായ മിത്രൻ വിരാട് പുരുഷനിലേക്ക് പ്രവേശിച്ചപ്പോൾ ജീവൽ മാലിന്യങ്ങളകന്ന് പരിശുദ്ധമായി തീർന്നു. സ്വർഗാധിപതിയായ ഇന്ദ്രൻ വിരാട് പുരുഷന്റെ കൈകളെ ശക്തിയോടെ ചലിപ്പിച്ചപ്പോൾ ജീവൻ ഉണർന്നു. വിരാടിൻ്റെ പാദങ്ങളിലേക്ക് ലോകരക്ഷകനായ മഹാവിഷ്ണു പ്രവേശിച്ചപ്പോൾ ജീവന് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ എളുപ്പമായി. ജീവൻ മുക്തി പ്രാപിച്ചു. ബ്രഹ്മാവ് വിരാടിൻ്റെ ബുദ്ധിയെ തൻ്റെ ചേതനയോട് കൂട്ടിച്ചേർത്ത് പ്രവേശിച്ചപ്പോൾ ജീവന് ബോധം വന്നു. യഥാർത്ഥ ജ്ഞാനം തെളിഞ്ഞു. ചന്ദ്രൻ ഹൃദയത്തെ മനസ്സിനോട് ചേർത്ത് അകത്ത് കടന്നപ്പോൾ ജീവന് വികാരമുണ്ടായി. ശിരസിൽ നിന്ന് ദ്യോവും പാദത്തിൽ നിന്ന് ഭൂമിയും ഭുവർലോകവും ഉണ്ടായി. അവിടെ ത്രിഗുണങ്ങളുടെ വികാരങ്ങളായ ദേവാദികളും മറ്റും വസിക്കുവാൻ തുടങ്ങി. സത്വഗുണ സ്വഭാവത്താൽ ദേവന്മാർ ദ്യോവിനെ പ്രാപിച്ചു. മനുഷ്യർ ഭൂമിയെ പ്രാപിച്ച് യാഗാദികൾ ചെയ്യുവാൻ ആരംഭിച്ചു. വിരാട് പുരുഷന്റെ മുഖത്തുനിന്നും വേദം ഉത്ഭവിച്ചു. മുഖത്തുനിന്നുണ്ടായതിനാൽ ബ്രാഹ്മണൻ വർണ്ണങ്ങളിൽ വെച്ച് ഗുരുവും മുഖ്യനും ആകുന്നു. കൈകളിൽ നിന്ന് സംരക്ഷകനായ ക്ഷത്രിയൻ ജനിച്ചു. ഭഗവാന്റെ വിഭൂതി ധരിച്ച് അവൻ പ്രജകളെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് കൃഷിയും വ്യാപാരവും പുരോഗമിക്കുവാൻ വേണ്ടി വൈശ്യൻ തുടകളിൽ നിന്ന് ഉണ്ടായി. പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു. അവന് പാദസേവയും ശുശ്രൂഷയും വിധിച്ചിരിക്കുന്നു. 4 വർണ്ണങ്ങളും സ്വകർമ്മങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തണം. ജനകനും ഗുരുവുമായ ഭഗവാനെ പൂജിക്കണം. എങ്കിൽ സുഖജീവിതം അനുഭവിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ മായാവൈഭവം യോഗികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. മനസ്സും വാക്കും പരസ്പരം പൊരുത്തപ്പെടാതിരുന്നാൽ ഇന്ദ്രിയ ദേവതകൾ നിഷ്പ്രഭരാകും. അവർക്ക് ജീവിതത്തെ മുന്നോട്ടു നയിക്കുവാൻ ആകില്ല. അവർ അവിടെ നിന്ന് മടങ്ങുന്നു. തൽഫലമായി പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് നാളെ ഭാഗവതത്തിലെ അടുത്ത ഒരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.